അടുത്ത ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ കൂടുതലായി നമുക്ക് നോക്കാനുണ്ടായിരിക്കാം. എഴുത്തച്ഛന്റെ ജന്മസ്ഥലമായി ഗണിക്കുന്നത് ഏത്? തിരുനാവായ, തിരൂർ, കാലടി, കിള്ളിക്കുറിശി. ഏതാണ് എഴുത്തച്ഛന്റെ ജന്മസ്ഥലം? തിരൂരാണ്. ഇപ്പൊ എഴുത്തച്ഛന്റെ മുഴുവൻ പേരെന്താണ്? എഴുത്തച്ഛൻ ആരാണ്? എഴുത്തച്ഛന്റെ പ്രത്യേകത എന്താണ്? എഴുത്തച്ഛന്റെ കൃതികൾ എന്തൊക്കെയാണ്? ഒരേ ഒരാളെ ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ടൊന്ന് പറയൂ. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിക്കാത്തത്. ആരും മിണ്ടുന്നില്ല. എന്താടാ ആരും മിണ്ടാത്ത? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്നുള്ളതാണ് എന്ത് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. രാമാനുജൻ എഴുത്തച്ഛൻ. കവിത്രയങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. വെരി ഗുഡ്. എന്താണ് പ്രാചീന കവിത്രയങ്ങളിൽ ഒരാള്? കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ വെരി ഗുഡ്. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ്. പ്രാചീന കവിത്രയങ്ങളിൽ ഒരാളാണ്. മലയാള ഭാഷയുടെ പിതാവ്. ആധുനിക മലയാള ഭാഷയുടെ പിതാവാണ് കേട്ടോ. ആധുനിക മലയാള ഭാഷയുടെ അങ്ങനെ തന്നെ പറയണം. മലയാള ഭാഷ എന്ന് പറയുമ്പോൾ അതിന് പ്രാചീനമായിട്ടുള്ള വേറെ വെർഷൻ ഉണ്ട്. അപ്പൊ മലയാള ഭാഷ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലാക്കിയത് ആരാണ്? ഇന്ന് കാണുന്ന രീതിയിലാക്കിയത് എഴുത്തച്ഛനൊന്നല്ല. അത് നമ്മൾ എന്താണ് നമ്മുടെ മലയാള ലിപികൾക്ക്, ഭാഷയുടെ ലിപികൾക്കൊക്കെ ഒരു അടുക്കും ചുറ്റൊക്കെ കൊടുത്ത ആളാണ് എഴുത്തച്ഛൻ. അപ്പൊ ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നാണ് ആരറിയപ്പെടുന്നത്? എഴുത്തച്ഛൻ അറിയപ്പെടുന്നത്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ്. പ്രാചീന കവിത്രയങ്ങളിൽ ഒരാളാണ്. പ്രാചീന കവിത്രയങ്ങളിലുള്ള മറ്റു രണ്ടാളുകൾ ആരൊക്കെയാണ്? കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി. കുഞ്ചൻ നമ്പ്യാറും ചെറുശ്ശേരിയുമാണ് മറ്റു രണ്ടാളുകള്. അവരാണ് പ്രാചീന കവിത്രയം എന്ന് പറയുന്നത്. ത്രയം എന്ന് പറഞ്ഞാൽ 3 എന്നാണ്. അപ്പൊ പ്രാചീന കവിത്രയത്തിൽ പെടുന്ന ആളാണ് അവര് എഴുത്തച്ഛൻ. ഓക്കെ. ഈ എഴുത്തച്ഛൻ എന്താണ് കിളിപ്പാട്ട് എന്നറിയോ? കിളിയെ കൊണ്ട് പാടിക്കുന്നതോ അല്ലെങ്കിൽ കിളി പാടുന്നതോ ആണ് കിളിപ്പാട്ട്. ഓക്കെ. അതായത് നമ്മളുടെ ഒരു സാഹിത്യ ശാഖയായിട്ട് തന്നെയാണ് എന്തിനെ കാണുന്നത്? കിളിപ്പാട്ട് പ്രസ്ഥാനത്തിനെ കാണുന്നത്. കിളിയെ കൊണ്ട് പാടിപ്പിക്കുന്ന രീതിയിലാണ് എന്ത് അത് പാടുന്നത്. അതുപോലെ തന്നെ എന്താണ് ഈ മഹാഭാരതവും രാമായണവും എന്താണ് അദ്ദേഹം കിളിപ്പാട്ട് രൂപത്തിൽ രചിച്ചിട്ടുണ്ട്. മഹാഭാരതം കിളിപ്പാട്ട്, അധ്യാത്മ രാമായണം കിളിപ്പാട്ട് എന്നിങ്ങനെ 2 കിളിപ്പാട്ട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് എന്താണ് നമ്മളിപ്പോ എന്താണ് കർക്കിടക മാസത്തിലൊക്കെ പാരായണം ചെയ്യുന്ന ഇത് അധ്യാത്മ രാമായണാണ്. ഓക്കെ. അപ്പൊ അത് നിങ്ങൾക്കറിയാം. നമ്മുടെ എന്താ പറയാ അധ്യാത്മ രാമായണം കിളിപ്പാട്ട്, അതുപോലെ തന്നെ മഹാഭാരതം കിളിപ്പാട്ട്, പിന്നെ എന്താ പറയാ വേറെ കുറെ ഹരിനാമ കീർത്തനം, ദേവി മഹാത്മ്യം തുടങ്ങിയ കൃതികളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അധ്യാത്മ രാമായണം കിളിപ്പാട്ടും അതുപോലെ തന്നെ മഹാഭാരതം കിളിപ്പാട്ടും എന്താണ് ആദ്യത്തെ കിളിപ്പാട്ട് ശാഖ തുടങ്ങിയത് ഇദ്ദേഹത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അധ്യാത്മ രാമായണം കിളിപ്പാട്ടും മഹാഭാരതം കിളിപ്പാട്ടും ഇദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസുകളാണെന്ന് പറയും. പിന്നെ അതിന്റെ കൂടെ തന്നെ ഹരിനാമ കീർത്തനം അതുപോലെ തന്നെ ദേവി മഹാത്മ്യം തുടങ്ങിയ ഗ്രന്ഥങ്ങളും എഴുത്തച്ഛൻ രചിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ഇതിനൊന്നും ഉറപ്പില്ല, പല അഭിപ്രായങ്ങളും ഉണ്ട്. പക്ഷെ നമുക്ക് പഠിക്കുമ്പോൾ അങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ. ഒരു ഭക്തി പ്രസ്ഥാനത്തിന്, ഈ ഭക്തി എന്ന് പറയുന്നത് എന്തായിരുന്നു ആ സമയത്ത്? ഇപ്പൊ ഇതിന്റെ ഒരു അന്നത്തെ ഒരു സാമൂഹ്യ ചുറ്റുപാട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ജാതിപരമായിട്ടും അതുപോലെ തന്നെ എന്താണ് വർഗപരമായിട്ടും ആളുകൾ ഒരുപാട് ഉച്ചനീചത്വങ്ങളും സമൂഹത്തിൽ ഒരുപാട് അരാജകത്വങ്ങളും നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അതായത് എഴുത്തച്ഛന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അതായത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ജാതിയുടെയും ഇതിന്റെ ഒക്കെ പേരിൽ ഒരുപാട് ആളുകൾ തമ്മിൽ തല്ലുകയോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് അതിൽ വലിയ മെച്ചമൊന്നും ഇല്ലെങ്കിൽ പോലും എന്താണ് അന്ന് ഭയങ്കര ഈ പറഞ്ഞ ഒരു അയിത്തം, അതേപോലെ തന്നെ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ആളുകൾ തമ്മിലുള്ള വൈര്യം, അതുപോലെ തന്നെ എന്താണ് ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിൽ അന്ന് നിലനിന്നിരുന്നു. എല്ലാ കാലത്തും സമൂഹത്തിന് പ്രശ്നങ്ങൾ ഉണ്ട്, എന്നിരുന്നാൽ പോലും എന്താണ് അന്ന് വളരെ കൂടുതലായിരുന്നു. അപ്പൊ അന്ന് എല്ലാതും എന്താണ് ഈ സംഭവങ്ങളെല്ലാം മറന്ന് ദൈവികമായിട്ടുള്ള ഒരു പാതയിലേക്ക് മനുഷ്യൻ വരണമെന്നും ദൈവമാണ് എല്ലാം എന്നും എന്താണ് ഭക്തി പ്രസ്ഥാനം എന്ത് ചെയ്തു? അങ്ങോട്ട് ആഹ്വാനം ചെയ്തു. അതിലൊരാളായിരുന്നു എഴുത്തച്ഛൻ എന്ന് പറയുന്നത്. ഈ സമൂഹത്തിൽ നിലനിന്നിരുന്ന എല്ലാതരം അനാചാരങ്ങളെയും ദുരാചാരങ്ങളെയും എല്ലാം എതിർക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കണ്ടെത്തിയ മാർഗ്ഗമായിരുന്നു ഭക്തി എന്ന് പറയുന്നത്. അതാണ് അതിന്റെ ഒരു സാമൂഹിക ചുറ്റുപാട് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് എഴുത്തച്ഛനെ പറ്റി പറയാനുള്ളത്. ഇനി ഈ തുഞ്ചത്ത് എഴുത്തച്ഛനെ പറ്റിയിട്ട് മലയാളത്തിൽ ഒരു നോവൽ ഉണ്ട്. ഏതാണ് ആ നോവല്? അത് ആരാണ് എഴുതിയത്?
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോവലാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. പറഞ്ഞോ. സി അതന്നെ. സി രാധാകൃഷ്ണൻ എഴുതിയാണോ? പി കേട്ടില്ല, ഒന്നുകൂടെ പറ. രാധാകൃഷ്ണൻ. എന്തോ പറഞ്ഞ, ആരൊക്കെ പറഞ്ഞതിന്റെ ഇടയിൽ എന്തൊക്കെയോ ഞാൻ കേട്ടു, എനിക്ക് വ്യക്തമായില്ല, ഒന്നുകൂടെ പറയോ? പി രാധാകൃഷ്ണൻ. സി രാധാകൃഷ്ണൻ എഴുതിയ നോവലാണ്. ഏതാ നോവല്? തീ കടൽ കടന്ന് തിരുമധുരം. ഏതാണ്? തീക്കടൽ കടഞ്ഞ് തിരുമധുരം. ഇതാണ് നോവലിന്റെ പേര്, തീക്കടൽ കടഞ്ഞ് തിരുമധുരം. സി രാധാകൃഷ്ണൻ എഴുതിയതാണത് തീക്കടൽ കടഞ്ഞ് തിരുമധുരം. എഴുത്തച്ഛനെ കുറിച്ച് സി രാധാകൃഷ്ണൻ എഴുതിയ ഒരു ചരിത്രാഖ്യായിക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന, അല്ലെങ്കിൽ പരിസ്ഥിതി പശ്ചാത്തലത്തിലുള്ള നോവൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് എന്ത്, തീക്കടൽ കടഞ്ഞ് തിരുമധുരം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എഴുത്തച്ഛനെ പറ്റിയിട്ട് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇനി ഇതിലുള്ള ഒരു കാര്യങ്ങൾ നോക്കൂ. കാലടി ആരുടെ ജന്മസ്ഥലാണ്? കിള്ളിക്കുറിശി ആരുടെ ജന്മസ്ഥലാണ്? കാലടി ശങ്കരാചാര്യർ. കാലടി ആരാണ്? ശങ്കരാചാര്യരുടെ ജന്മസ്ഥലാണ്. അദ്വൈത ദർശനത്തിന്റെ ഉപജ്ഞാതാവാണ് ശങ്കരാചാര്യർ. കിള്ളിക്കുറിശി എവിടെയാണ്? കുഞ്ചൻ നമ്പ്യാരുടെ. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമാണ് കിള്ളിക്കുറിശി. പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശി മംഗലം എന്ന് പറയുന്ന കലക്കത്ത് ഭവനത്തിലാണ്, ലക്കിടി ഭാഗത്താണ് എന്ത്, കിള്ളിക്കുറിശി മംഗലം. അവിടുത്തെ കലക്കത്ത് ഭവനത്തിലാണ് കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത്. ഓക്കെ, ഇന്നവിടെ കുഞ്ചൻ സ്മാരകം അല്ലെങ്കിൽ കുഞ്ചൻ മഠം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അവിടെ ആളുകള് നമുക്ക് അവിടെ പോയാൽ കാണാൻ കഴിയുന്നതാണ്. ഓക്കെ, ഇത് രണ്ടും മറക്കരുത്. തിരൂരാണ് ആര് ജനിച്ചത്? എഴുത്തച്ഛൻ ജനിച്ചത്. ഓക്കെ, ഇനി സന്ധിയെ പറ്റി നമ്മൾ പറഞ്ഞതാണ്. എന്നിരുന്നാൽ പോലും ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കട്ടെ. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ആഗമസന്ധിക്ക് ഉദാഹരണം ഏത്? പെട്ടെന്ന് പറഞ്ഞു. ആഗമസന്ധിക്ക് ഉദാഹരണം ഏതാണ്? പനയോല. പനയോല. ഓക്കെ, അപ്പൊ അതാണെന്ത്, ആഗമ സന്ധിക്ക് ഉദാഹരണം. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ നിങ്ങൾ സന്ധി പഠിച്ചിട്ടുണ്ട്. അടുത്തത് ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. സന്ധ്യയെ കുറിച്ച് ഒരു ചെറിയ ധാരണ പറയോ മിസ്സേ? സന്ധിന്റെ ഒരു വലിയ ക്ലാസ് അരമണിക്കൂർ ഇരുന്ന് ഞാൻ പഠിപ്പിച്ചതാണല്ലോ. ഒന്നുകൂടെ പറഞ്ഞുതരാം. എന്തായാലും 4 ടൈപ്പ് സന്ധികളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ വന്നിട്ടില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. ഓക്കെ, ഒന്ന് ജസ്റ്റ് ക്ലാസ്സിലുണ്ടല്ലോ നല്ല ക്ലാസ്. എന്താണ്, കേട്ടില്ല? എന്താ പറയൂ. റെക്കോർഡ് ക്ലാസ്സിൽ ഉണ്ടല്ലോ നല്ല ക്ലാസ് എന്ന് പറയാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കാണണം. എന്നാലും ജസ്റ്റ് നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് എന്റെ ഒരു മനസ്സമാധാനത്തിന് ഞാൻ പറയാം. 4 വിഭാഗം സന്ധികളാണ് മലയാളത്തിലുള്ളത്. ആഗമസന്ധി, ആദേശസന്ധി, ദ്വിത്വസന്ധി, ലോപസന്ധി. നീ കഴിഞ്ഞ ക്ലാസ്സിൽ പങ്കെടുത്ത ആളുകൾ ആരെങ്കിലും ഒന്ന് അത് എന്തൊക്കെയാണ് ഓരോന്ന് വിശദീകരിച്ചു കൊടുക്കൂ. ഞാൻ പറഞ്ഞേക്കണം, നിങ്ങൾ പറഞ്ഞെടുക്കല്ലേ, നിങ്ങൾ കൂട്ടുകാരല്ലേ. 4 സന്ധികളാണ് മലയാളത്തിലുള്ളത്. അതിൽ ആഗമസന്ധി പറഞ്ഞാല് 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോ മൂന്നാമതൊരു വർണ്ണം വന്നു ചേരുന്നത്. കേട്ടോ, അതാ പിള്ളേര് പറയുന്നുണ്ട്, കേൾക്കാം. പറഞ്ഞോ, ഉറക്കെ പറ. 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ മൂന്നാമതൊരു വർണ്ണം വന്നു ചേരുന്നതാണ് ആഗമസന്ധി. അത് ആദേശസന്ധി അല്ലേ? അല്ല, ആഗമസന്ധിയാണത്. അത് ആഗമസന്ധി തന്നെയാണ്. പറഞ്ഞോ, ശരിയാണ് പറഞ്ഞത്. ദ്വിത്വസന്ധി പറഞ്ഞാല് 2 വർണ്ണം ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണ്. ശരി. ഒരു ഉദാഹരണങ്ങൾ വെച്ച് ഒരു 2-3 ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞു കൊടുക്ക്. ആഗമസന്ധിക്ക് തിരുവാതിര, തിരു പ്ലസ് ആതിര, തിരു പ്ലസ് ഓണം. ഞങ്ങൾ വാ എന്ന 2 അക്ഷരങ്ങളാണ് വരിക ആഗമസന്ധിയില്. ബാക്കി പോരട്ടെ. സ്പീഡാക്ക്. ഞാൻ പറഞ്ഞ സ്പീഡ് കുറഞ്ഞു എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഏൽപ്പിച്ചേ. വേഗം.
ദ്വിത്വസന്ധിയില് രണ്ട് പദങ്ങൾ ചേരുമ്പോൾ രണ്ടാമത്തെ പദത്തിലെ ഫസ്റ്റത്തെ അക്ഷരം ഇരട്ടിക്കും. രണ്ടാമത്തെ പദമല്ല, രണ്ടാമത്തെ വാക്ക് ആ തുടങ്ങുന്ന വാക്ക്. കരി കല്ല് എന്നാണെങ്കിൽ ആ കല്ല് കാ ഇരട്ടിക്കും. ആ ആദേശസന്ധി ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വരുന്നതിനാണ് ആദേശസന്ധി. ഒന്ന് പോയിട്ട് മറ്റൊന്ന് വരുന്നതാണ് ആദേശസന്ധി എന്ന് പറയാം. ഓക്കെ, വെരി ഗുഡ്. ഉദാഹരണം വെണ്മ, വെണ്മ, നെന്മണി, കണ്ണീർ, കണ്ണീര്, നെന്മണി, 90, 800. ഒരു സന്ധി കൂടി ഉണ്ടല്ലോ ലാസ്റ്റത്തെ, ലോപസന്ധി. രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം ഇല്ലാതാവുന്നു. ഇല്ലാതാവുന്നു. ഉദാഹരണം കണ്ടില്ല, തത്തമ്മ, ഇല്ല, പോയില്ല, പോയില്ല, അരക്കല്ല്. അല്ല, അരക്കല്ല് ദ്വിത്വസന്ധി അല്ലേ? അരക്കല്ല് ഏതാണ്? ദ്വിത്വസന്ധി അല്ലേ? അരക്കല്ല്. അപ്പൊ പച്ചില, ഓക്കെ, നമ്മള് ഇപ്പൊ ഇവര് പറഞ്ഞ പോലെ 4 സന്ധിയാ മലയാളത്തിലുള്ളത്. ആദേശസന്ധി, ആഗമസന്ധി, ദ്വിത്വസന്ധി, ലോപസന്ധി. അതിൽ ആഗമസന്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു വർണ്ണം. ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഈ അരക്കല്ല് എന്ന് പറയോ? അര പ്ലസ് കല്ല്, അരകല്ല്, അങ്ങനെയല്ലേ വരുന്നത്? അരകല്ല്, അതെന്തുകൊണ്ടാണ് അരകല്ല് ഇരട്ടിക്കാത്തത്? കഴിഞ്ഞ ക്ലാസ്സിൽ ഇരുന്നവരൊന്ന് പറഞ്ഞു കൊടുത്തത് എന്തുകൊണ്ട് അരകല്ല് ഇരട്ടിക്കാത്തത്? ക്രിയാധാതു പൂർണ്ണപദമായി വന്ന്. എന്താണ്? ക്രിയാധാതു പൂർവ്വപദമായി വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? അല്ലെങ്കിൽ ആദ്യ പദമായി വന്നിട്ടുണ്ടെങ്കിൽ ഇരട്ടിക്കില്ല. അതിലൊന്നാണ് അര പ്ലസ് കല്ല്, അരകല്ല്. എരി പ്ലസ് തീ, എരിത്തി. ഇതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. നമ്മളെ ഗൂഗിൾ മീറ്റിന്റെ റെക്കോർഡ് വേർഷൻ യൂട്യൂബിലുണ്ട്, പോയി കണ്ടാൽ മതി. കൃത്യമായിട്ട് ഒരുപാട് സമയം എടുത്തിട്ടാണ് വിശദീകരിച്ചു കൊടുക്കുന്നത്. ഒരിക്കലും മറക്കാത്ത രീതിയിൽ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും മനസ്സിലായും ചെയ്താണ്. അപ്പോ ചോദിച്ച സ്ഥിതിക്ക് നാലെണ്ണമാണ് ഉള്ളത്. ആഗമസന്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ എന്താണ്? മൂന്നാമത് ഒരു വർണ്ണം വന്ന് ചേരുന്നതാണ്. അവിടെ പോകുന്നു ഒന്നുമില്ല, 2 നിൽക്കുന്നതിന്റെ ഇടയിൽ കൂടെ മൂന്നാമത് ഒന്നുകൂടി ചേരുന്നു. ആദേശസന്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? 2 തമ്മിൽ ചേരുമ്പോൾ ഒന്ന് പോയി പകരം മറ്റൊന്ന് വരുന്നതാണ് ആദേശം. ലോപസന്ധി എന്താണ്? 2 തമ്മിൽ ചേരുമ്പോൾ ഒന്ന് പോവുക മാത്രം ചെയ്യാണ്, അങ്ങോട്ട് വരുന്നില്ല, അങ്ങോട്ട് പോവുക മാത്രം ചെയ്യുന്നതാണ് എന്ത്? ലോപസന്ധി. ദ്വിത്വസന്ധി 2 തമ്മിൽ ചേരുമ്പോൾ രണ്ടാമത് വരുന്ന സാധനം എന്ത് ചെയ്യുന്നു? ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഇരട്ടിപ്പ് വരാത്ത സന്ദർഭങ്ങളും ഉണ്ട്. ശിഥില വർണ്ണമായിട്ടുണ്ടെങ്കിൽ ഇരട്ടിക്കില്ല. ക്രിയാധാതു പൂർവ്വപദമായി വന്നാൽ ഇരട്ടിക്കില്ല. എന്താണ്? തുല്യ പ്രാധാന്യമുള്ള ദ്വന്ദ്വ സമാസങ്ങളായാൽ ഇരട്ടിക്കില്ല. ചുട്ടെഴുത്തിന്റെ ദീർഘരൂപങ്ങളും ഇരട്ടിക്കില്ല. അതാണ് എന്ത് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത് കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അത് നന്നായിട്ട് നോക്കണം, കാരണം സന്ധി എന്തായാലും ചോദിക്കുന്ന ഉറപ്പാണ്. ചോദിച്ചില്ലെങ്കിൽ എന്നെ പറയരുത്, ഇതുവരെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്? ആഗമസന്ധി, ആദേശസന്ധി, ദ്വിത്വസന്ധി, ലോപസന്ധി മറക്കരുത് കേട്ടോ. അതൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് പോവാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്? ഒരു സാധാരണ ഒരു ജനറൽ പോലത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്ത്? ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയായ വാക്യമേത്? അധ്യാപകൻ രാവിലെയും വൈകുന്നേരമോ പുസ്തകം വായിക്കാൻ കുട്ടികൾ ആവശ്യപ്പെട്ടു. ഒട്ടേറെ ആളുകൾ എന്നും രാവിലെ നിത്യവും പതിവായി നടക്കാറുണ്ട്. അവൾ ക്ലാസ്സിൽ വരാത്തതിന് കാരണം എന്നത് പനിയായത് കൊണ്ട് കൂടിയാണ്. ഹിമാലയത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ അറിയേണ്ടതാണ്. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി, ഹിമാലയത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ അറിയേണ്ടതാണ്. ഇത് വളരെ കോമൺ ആയിട്ടുള്ളൊരു ചോദ്യമാണ് അല്ലെ? അപ്പൊ എന്താണ്, നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോഴൊക്കെ എന്താണ്, ഇതിലിപ്പോ എന്താ തെറ്റുള്ളത്? ഈ ഒട്ടേറെ ആളുകൾ എന്നും രാവിലെ നിത്യവും പതിവായി നടക്കാറുണ്ട്, അയ്യോ തെറ്റൊന്നുമില്ലല്ലോ, എന്താ പിന്നെ എന്തുകൊണ്ട് അത് ഒഴിവാക്കാൻ കാരണം? വേർഡ്സ് റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. ഇവിടെ റിപ്പീറ്റ് വന്നില്ല. 2 പദങ്ങൾ വരുന്നുണ്ട്. പതിവായി, എന്നും നിത്യവും പതിവായി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഒരേ അർത്ഥാണ്. ഇത് വായിക്കുമ്പോ തന്നെ ഫസ്റ്റത്തെ നമുക്ക് വായിക്കുമ്പോ തന്നെ മനസ്സിലാവും എന്താണ് ഇതിന്റെ ഒരു സെന്റൻസിന്റെ ഘടന, സ്ട്രക്ചർ ഒരു ശരിയില്ല, അങ്ങോട്ട് ഇവിടെ തിരിഞ്ഞ പോലെ ഉണ്ട് അല്ലെ? അപ്പൊ അത് നമുക്ക് അപ്പൊ തന്നെ കട്ട് ചെയ്ത് കളയാം. ഇവിടെ രണ്ടാമത്തേലേക്ക് നോക്കൂ, ഒട്ടേറെ ആളുകൾ എന്നും രാവിലെ നിത്യവും പതിവായി നടക്കാറുണ്ട്. നമ്മൾ ഒരു 1-2 തവണ എന്ത് ചെയ്യണം? ഇത് വായിച്ചു നോക്കണം. അപ്പോഴേ നമുക്കിത് റിപ്പീറ്റ് ആയിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ പലപ്പോഴും എന്താണ് റിപ്പീറ്റ് വരികയാണ്. അതായത് ഒട്ടേറെ ആളുകൾ എന്നും രാവിലെ നിത്യവും പതിവായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, 3നും ഒരേ അർത്ഥമാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നോക്കൂ, ക്ലാസ് വരാത്തതിന്റെ കാരണം എന്നത് പനിയായത് കൊണ്ട് കൂടിയാണ്. എന്താണ്? അവൾ ക്ലാസ്സിൽ വരാത്തതിന് കാരണം എന്നത് പനിയായത് കൊണ്ട് കൂടിയാണ്. അതിലെന്താ തെറ്റ്?
കൊണ്ടുകൂടിയായത്. കൊണ്ടുകൂടിയാണ്. പനിയായത് കൊണ്ടാണെന്ന് പറഞ്ഞാൽ പോരെ? പനിയായത് കൊണ്ടാണ്, കൊണ്ടുകൂടിയാണ്. പനി അവിടെ വന്നിക്കല്ലോ. പനി അവിടെ വന്നതിനോട് കൊണ്ടുകൂടിയാണ്. അതിനേക്കാൾ വലിയൊരു സാധനമുണ്ട് ഇവിടെ. ഒരു അവൾ ക്ലാസ്സിൽ വരാത്തത് പനി ആയത് കൊണ്ടാണെന്ന് പറഞ്ഞാൽ പോരെ? മാത്രം മതി. കാരണം എന്താണ്, ഇവിടെ നമ്മൾ ഒരു കാരണം എന്നത് കൊടുത്താൽ പിന്നെ അവൾ ക്ലാസ്സിൽ വരാത്തതിന് കാരണം പനിയാണ്, അല്ലെങ്കിൽ എന്താണ് അവൾ ക്ലാസ്സിൽ വരാത്തതിന് പനി ആയത് കൊണ്ടാണ്. ഈ കാരണം അതുപോലെ തന്നെ ഈ കൊണ്ട്, ഇതൊക്കെ എന്താണ് ഏറെക്കുറെ ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അനാവശ്യമായിട്ട് എന്താണ് വാക്കുകൾ ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇത് മൂന്നും എന്താണ്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഇതെന്ത് ചെയ്യാ, മാറ്റി വെക്കുക. ഇങ്ങനെയുള്ള സാധനങ്ങൾ മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് ഇതേപോലെ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു സെന്റൻസ് കണ്ടാൽ അതായിരിക്കും അതിന്റെ ഉത്തരം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വായിക്കാൻ കഴിയും. ഓക്കെ, അടുത്തതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു സാധനം. കാട് കയറുക എന്ന ശൈലി ഏറ്റവും ഉചിതമായി ചേർത്തിരിക്കുന്ന വാക്യം ഏത്? കാട് കയറുക എന്ന ശൈലി ഏറ്റവും ഉചിതമായി ചേർത്തിരിക്കുന്ന വാക്യം ഏത്? നാട്ടിൽ നിന്നും കാട് കയറിയ ആനക്കുട്ടി പിന്നെ തിരികെ വന്നിട്ടില്ല. ചർച്ചക്കിറയിൽ കാട് കയറിയ ആളെ ഏറെ പണിപ്പെട്ട് അവതാരകൻ നിയന്ത്രിച്ചു. മാൻവേട്ടക്കായി കാട് കയറിയവരെ വനപാലകർ വിരട്ടി ഓടിച്ചു. കാടിൽ കയറണമെങ്കിൽ അധികൃതരുടെ അനുമതി വേണം. ഓപ്ഷൻ ബി. ചർച്ചക്കിടയിൽ അയാളെ ഏറെ പണിപ്പെട്ട് അവതാരകൻ നിയന്ത്രിച്ചു. ഓപ്ഷൻ ബി ആണെന്ത്? ചർച്ചക്കിടയിൽ കാട് കയറിയ ആളെ ഏറെ പണിപ്പെട്ട് അവതാരകൻ നിയന്ത്രിച്ചു. നമ്മൾ എന്താണ് പറഞ്ഞ് കാട് കയറുന്നത്, ഇങ്ങോട്ടാണ് ഈ കയറി പോകുന്നു ചോദിക്കൂലേ? അതായത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിനില്ലാത്തതും ഉള്ളതായിട്ടുള്ള കാര്യങ്ങൾ, അനാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ പലപ്പോഴും നമുക്കുള്ള പ്രശ്നം കാട് കയറി ചിന്തിക്കും അല്ലെ? എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് ഇങ്ങനെ കൊണ്ട് അതിനും കാട് കയറി ചിന്തിക്കാന്ന് പറയും, കാട് കയറി സംസാരിക്കുക എന്ന് പറയും. അപ്പൊ എന്താണ് നമ്മൾ ഉള്ളതിൽ നിന്ന് ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് നമ്മൾ കാട് കയറുക എന്ന് പറയുന്നത്. ഓക്കെ, ഇതേപോലെ ഒരുപാട് ശൈലികൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ശൈലികളെ പറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പറയാന്ന് പറയുന്നത്. 2-3-4 എന്താ പറയാ ഒരു ഉദാഹരണങ്ങൾ ഞാൻ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കട്ടെ. പ്രീവിയസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചതിൽ 2000 ഏത് വർഷം നോക്കട്ടെ, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. 2000 വർഷം സ്പെസിഫൈ ചെയ്യുമ്പോൾ നോക്കട്ടെ. 2021 നടന്ന പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ കേട്ടോട്ടാ. ദീപാളി കുളിക്കുക എന്ന ശൈലിയുടെ ശരിയായ വ്യാഖ്യാനം ഏത്? ദീപാളി കുളിക്കുക എന്ന ശൈലിയുടെ ശരിയായ വ്യാഖ്യാനം. ഓപ്ഷൻ കേട്ടോ. വിശേഷ ദിവസങ്ങളിൽ ശുദ്ധി പാലിക്കുക, അബദ്ധത്തിലാവുക, ബന്ധനത്തിൽ അകപ്പെട്ട് ബുദ്ധിമുട്ടുക, അനാവശ്യ ചെലവ് ചെയ്ത് നശിക്കുക. അനാവശ്യ ചെലവ് ചെയ്ത് നശിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 2021 നടന്ന ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 ക്വസ്റ്റ്യൻസ്, പഴഞ്ചൊല്ലിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ, ശൈലിയിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ. മലയാളത്തിന്റെ ഭാഗത്ത് നടന്ന സാധനമാണ്. മലയാളത്തിന്റെ ഭാഗത്ത് 3 ക്വസ്റ്റ്യൻ. എന്താണ് പഴഞ്ചൊല്ലിൽ? ഒന്ന് എന്തെങ്കിലും ചോദിച്ചിട്ടേ? ടീച്ചറെ സൗണ്ട് ക്ലിയർ ഇല്ലല്ലോ, കേൾക്കുന്നില്ലേ? പറഞ്ഞേക്കുന്നില്ലേ? ടീച്ചർ എല്ലാരും കൂടെ കയറി പറയുന്നോണ്ടാ ക്ലിയർ ആവാത്തെ. എല്ലാരും മൈക്ക് ഓഫ് ചെയ്തേ. നിങ്ങൾ ഉത്തരം പറഞ്ഞതിന് ശേഷം ഞാനിപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻസ് ഒക്കെ ഉത്തരമൊക്കെ പറഞ്ഞത് ഓപ്ഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉത്തരം പറയുമ്പോൾ മാത്രം മൈക്ക് ഓൺ ചെയ്തിട്ട് പറയാ. എന്നിട്ട് എന്ത് ചെയ്യാം, അപ്പൊ തന്നെ മൈക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എല്ലാരും ഇപ്പൊ മൈക്ക് തൽക്കാലം ഓഫ് ചെയ്യാം. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ മൈക്ക് ഓൺ ചെയ്താൽ മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പൊ ഞാൻ ഇവിടെ 2021 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ എന്റെ മുന്നിലുണ്ട്. എന്താണ് ദീപാവലി കുളിക്കുക എന്ന ശൈലിയുടെ ശരിയായി വായിക്കാൻ. അതിന്റെ ഉത്തരം എന്താണ്? അനാവശ്യ ചെലവ് ചെയ്ത് നശിക്കുക എന്നുള്ളതിന്റെ അതിന്റെ ഉത്തരം. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 3 ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുണ്ട്. 2 ക്വസ്റ്റ്യൻ ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പഴഞ്ചൊല്ലിൽ നിന്ന് വന്നിട്ടുണ്ട്. 1 ക്വസ്റ്റ്യൻ ശൈലിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്താണ് ഈ ശൈലിയിൽ നിന്ന് സന്ധിയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലേഖനങ്ങൾ വായിച്ചിട്ട് ഉത്തരം എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ ഒരു കൃതിയുമായി ബന്ധപ്പെട്ട അച്ഛനും മകൾ എന്ന കൃതിയിൽ പ്രകൃതിപ്പെടുന്ന അച്ഛൻ ആരാന്നുള്ള അത് വേറെ 4 ശൈലിയിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു. 4 ക്വസ്റ്റ്യൻ ശൈലിയിൽ നിന്നുണ്ട് കേട്ടോ. 4 ക്വസ്റ്റ്യൻ പഴഞ്ചൊല്ലിൽ നിന്ന് ശൈലിയിൽ നിന്നുണ്ട്.
വേറൊരു രണ്ട് ശൈലി ക്വസ്റ്റ്യനും 2 പഴഞ്ചൊല്ലി ക്വസ്റ്റ്യൻ, 4 ക്വസ്റ്റ്യൻ വളരെ എന്താ പറയുക കണ്ണിങ് ആയിട്ട് ഇതിൽ ചോദിച്ചിട്ടുണ്ട്. ആ 4 ക്വസ്റ്റ്യനും നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. 4 ചോദ്യം എന്ന് പറഞ്ഞാൽ കേട്ടതിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ മാർക്കല്ല, ചെറിയൊരു കാര്യമല്ല. ഓക്കെ, അപ്പോ വേറൊരു ശൈലി ക്വസ്റ്റ്യൻ നിങ്ങൾ കേട്ടോ, ആ വർഷം തന്നെ ചോദിച്ചതാണ്, അതേ പേപ്പറിൽ ചോദിച്ചതാണ്. കതിരിന് വളം വെക്കുക എന്ന ശൈലി ശരിയായ അർത്ഥത്തിൽ പ്രയോഗിച്ച വാക്യം ഏത്? കതിരിന് വളം വെക്കുക എന്ന ശൈലി ശരിയായ അർത്ഥത്തിൽ പ്രയോഗിച്ച വാക്യം ഏത്? മക്കളെ ശരിയായി പഠിപ്പിക്കുക എന്നത് കതിരിന് വളം വെക്കലാണ്. പരീക്ഷ ആരംഭിച്ച ശേഷമുള്ള വിമലിന്റെ പഠനം കതിരിന് വളം വെച്ചതുപോലെയായി. നല്ല വിളവ് ലഭിക്കാൻ കതിരിന് വളം വെക്കണം. അനവസരത്തിലുണ്ടാകുന്ന നന്മ. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി എന്താണ്? പരീക്ഷ പരീക്ഷ തുടങ്ങിയ ശേഷം കുട്ടി പഠിക്കുന്നത്. അതാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞത്. പരീക്ഷ തുടങ്ങിയതിന് ശേഷമുള്ള നമ്മുടെ പഠനം എന്താണ്? കതിരിന് വളം വെക്കലാണ്. അതായത് വളം, നിങ്ങളൊന്ന് ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചു നോക്കുക. നമ്മൾ കതിരിന് വളം വെക്കുക, നമ്മൾ എവിടെ വളം ഇടല്? ഒരു ചെടി നടുകയാണെങ്കിൽ എവിടെ വളം ഇടല്? വേരിനല്ലേ. വളമിടണം. കതിരിന് വളം വെച്ചിട്ട് കാര്യമില്ല, വേരിന് വളം വെക്കണം. അതെന്താണ്? അനാവശ്യമായിട്ടുള്ള എന്താണ് അധ്വാനായിട്ട് മാറും അത്. അതാണ് പരീക്ഷ ആരംഭിച്ച ശേഷമുള്ള വിമലിന്റെ പഠനം കതിരിന് വളം വെച്ചതുപോലെ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രം എന്താണ് 4 പഴഞ്ചൊല്ലി ശൈലി എന്നുള്ള ഭാഗത്ത് 4 വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഒന്നാണ് പഴഞ്ചൊല്ലികൾ എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ പഴഞ്ചൊല്ലുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. മുന്നേ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞില്ല, ആ ക്വസ്റ്റ്യനിൽ ആ പറഞ്ഞ വേർഡ് ഒന്ന് പറയാമോ? ദീപാവലി കുളിക്കുക, അതാണോ? ദീപാവലിയോ? അതെ, ദീപാവലി. ദീപാവലി. നമ്മള് ഇത് നോക്കൂ, ശൈലി പ്രയോഗം പഴഞ്ചൊല്ലി എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിന് എത്രത്തോളം ഇമ്പോർട്ടന്റ് എന്നുള്ളത്. അത് വേറൊരു ക്വസ്റ്റ്യൻ. എന്താ? ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുക എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്ത്? എന്താണ് ഇതില് ഉത്തരം? ലക്ഷ്യം വിചാരിച്ച, പക്ഷെ എന്ത് ചെയ്യുന്നു, അത് അതിന് കൊള്ളാതെ വേറെ ഒന്നിന് കൊള്ളുക എന്നുള്ളത് എന്താണ്? ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുക, അതായത് ലക്ഷ്യം പിഴക്കുക എന്നുള്ള അർത്ഥം. പിന്നെ അതുപോലെ തന്നെ നോക്കൂ, വേറെ രണ്ട് മൂന്നാല് സാധനങ്ങളും കൂടി ഞാൻ വായിച്ചു തരാം. ഈ ശൈലികളുമായി ബന്ധപ്പെട്ടിട്ട് മുൻപ് ചോദിച്ച 2 പഴഞ്ചൊല്ലുകളാണ്. വെള്ളം പോകുന്ന വഴിയെ മീനും എന്ന പഴഞ്ചൊല്ലിലൂടെ വ്യക്തമാകുന്ന ആശയം ഏത്? വെള്ളം പോകുന്ന വഴിയെ മീനും എന്ന പഴഞ്ചൊല്ലിലൂടെ വ്യക്തമാകുന്ന ആശയം എന്ത്? ഓപ്ഷൻ എ, സന്ദർഭത്തിനനുസരിച്ച് പ്രവർത്തിക്കണം. ബി, സംരക്ഷകരുടെ പിന്നാലെ ആശ്രിതരും. സി, ഓരോരുത്തരും നിൽക്കേണ്ട നിലക്ക് നിൽക്കണം. ഡി, ചെറിയ പിഴ വലിയ ദോഷം ഉണ്ടാകും. ഓപ്ഷൻ ബി, സംരക്ഷകരുടെ പിന്നാലെ ആശ്രിതരും. വെള്ളം പോകുന്ന വഴിയെ മീനും എന്ന പഴഞ്ചൊല്ലിലൂടെ വ്യക്തമാകുന്ന ആശയം ഏതാണ്? സംരക്ഷകരുടെ പിന്നാലെ ആശ്രിതരും. അതായത് വെള്ളത്തിന്റെ ഒഴുക്കിനനുസരിച്ചാണ്. അപ്പൊ നമ്മൾ ഒരാളെ സംരക്ഷിക്കുന്ന, അയാൾ പറഞ്ഞ വഴിയിലൂടെ അല്ലേ നമ്മൾ പോവുള്ളൂ. നമുക്ക് പ്രത്യേകിച്ചിട്ട് വോയിസ് ഒന്നുമില്ല. നമ്മൾ ഒരാളുടെ ആശ്രിതരായിട്ടാണ് നിൽക്കുന്നുണ്ടെങ്കിൽ എന്താണ്, അവർ പറയുന്നത് പോലെയല്ലേ കാര്യങ്ങൾ നീങ്ങുള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ്? വെള്ളം പോകുന്ന വഴിയെ മീൻ എന്ന പഴഞ്ചൊല്ലിലൂടെ വ്യക്തമാകുന്ന ആശയം സംരക്ഷകരുടെ പിന്നാലെ ആശ്രിതരും. അതുപോലെ തന്നെ അടുത്തൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അക്കരെ ചെല്ലണം തോണിയും മുങ്ങണം എന്ന പഴഞ്ചൊല്ലി വ്യാഖ്യാനിച്ചാൽ ലഭിക്കുന്ന ആശയം എന്ത്? അക്കരെ ചെല്ലണം തോണിയും മുങ്ങണം. ഓപ്ഷൻ എ, അകലത്തുള്ളതിന് ആകർഷത കൂടും. ഒരു പ്രവൃത്തി കൊണ്ട് 2 കാര്യങ്ങൾ. സ്വന്തം കാര്യം ഭദ്രമാക്കുന്ന മനോഭാവം. ഡി, ആപത്തിൽ തനിയെ ചെന്ന് ചാടുക. സ്വന്തം കാര്യം തോണിയും മുങ്ങണം എന്ന് പറയുന്നതിന്റെ വ്യാഖ്യാനിച്ച കിട്ടുന്ന ആശയാണെന്ത്? സ്വന്തം കാര്യം മാത്രം ഭദ്രമാക്കുന്ന മനോഭാവം. അതായത് നമ്മൾ അക്കരെ ചെല്ലുകയാണെങ്കിൽ എന്ത് ചെയ്യും? തോണി മുങ്ങിയാലും കുഴപ്പമില്ല. അതായത് പാലം കിടക്കോളം നാരായണ, പാലം കിടന്നാൽ കൂരായണ എന്ന് കേട്ടിട്ടില്ല. അതായത് അവനാന്റെ കാര്യം കഴിയുന്നവരെ ഉള്ളൂ എല്ലാതും. അത് കഴിഞ്ഞാൽ എന്താണ്, പിന്നെ എന്തായാലും കുഴപ്പമില്ല എന്നുള്ളത്. അപ്പൊ ഈ 4 ചോദ്യങ്ങൾ ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ്. ഈ 4 ചോദ്യങ്ങൾ എന്താണ്, ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ് ഈ 4 ചോദ്യങ്ങളും കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ 2020 സമയത്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇതേപോലെ പഴഞ്ചൊല്ല് ശൈലി എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തു നിന്നുള്ളതാണ്. ഈ പഴഞ്ചൊല്ലി ശൈലികളൊക്കെ, ഈ സന്ധികളൊക്കെ എന്താണ്, എല്ലായ്പ്പോഴും എന്താണ് ചോദിക്കുന്ന സാധനങ്ങളാണ്. അങ്ങനെ ചോദിക്കാതെ നിന്നിട്ടില്ല, ഇതുവരായിട്ടും അങ്ങനെ നിന്നിട്ടില്ല. എപ്പോഴെങ്കിലും ഒരു എന്താണ് സാധനങ്ങളും ചോദിക്കാതിരിക്കില്ല. അല്ലെങ്കിൽ എന്താണ് ഒരു ക്വസ്റ്റ്യനെങ്കിലും ഒന്നിലും അല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ കേട്ടോളൂ.
അംഗവും കാണാം താളിയും ഒടിക്കാൻ. 2020 ചോദിച്ച ചോദ്യമാണ് കേട്ടാ. അംഗവും കാണാം താളിയും ഒടിക്കാൻ. ഈ പഴഞ്ചൊല്ലിന്റെ ആശയം എന്ത്? എ. പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത്. വിവേകമില്ലാത്ത പ്രവൃത്തി. അത്യാഗ്രഹം വിനയായിത്തീരും. 2 കാര്യം ഒറ്റ പ്രവൃത്തി കൊണ്ട് സാധിക്കുക. 2 കാര്യം ഒറ്റ പ്രവൃത്തി കൊണ്ട് സാധിക്കും. ഓപ്ഷൻ ഡി. അംഗവും കാണാം താളിയും ഓടിക്കാന്ന് പറഞ്ഞാൽ എന്താണ്? 2 കാര്യങ്ങൾ ഒറ്റ പ്രവൃത്തി കൊണ്ട് സാധിക്കുക. അംഗവും കാണാം താളിയും ഒടിക്കാം. അതാണെന്ത്? രണ്ട് കാര്യം ഒറ്റ പ്രവൃത്തി കൊണ്ട് സാധിക്കുക. അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു ശൈലിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് കേട്ടോ. ആരെയും വിശ്വാസത്തിൽ എടുക്കാനാവാത്ത അവസ്ഥ എന്നർത്ഥമുള്ള ശൈലി ഏതാണ്? എ. കയ്യാലപ്പുറത്തെ തേങ്ങ. ബി. ചുവർ പോലും ശത്രുവാവുക. സി. കടലും കടലാടിയും പോലെ. ഡി. അത്തും പുത്തും പറയുക. ബി ആണോ? ചുവർ പോലും ശത്രുവാവുക. ഇത് രണ്ടും എന്താണ്? ഒരേ ക്വസ്റ്റ്യൻ. ഒന്നുകൂടി പറയോ? ആ, ആരെയും വിശ്വാസത്തിൽ എടുക്കാനാവാത്ത അവസ്ഥ എന്ന അർത്ഥമുള്ള ശൈലി ഏതാണ്? മിസ്സസ് ചോദ്യങ്ങൾ കാണുന്നില്ലല്ലോ. ടീച്ചറെ ചോദ്യം കാണുന്നില്ല. ചോദ്യം എടാ, ഇത് ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യം ഞാൻ വായിക്കുന്നതേ ഉള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യം വായിക്കുന്നതേ ഉള്ളൂ. അത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇതെന്താ പറയുക, ഇതൊരു പുസ്തകമാണ്. അപ്പൊ നമുക്കിത് അത് നേരിട്ടിട്ട് അങ്ങനെ പ്രദർശിപ്പിക്കാൻ പറ്റില്ല. ഓൺലൈൻ നമ്മൾ ഈ ക്ലാസ് യൂട്യൂബിൽ കൊടുക്കുന്നതല്ലേ. അപ്പോ നമ്മൾ ഫോട്ടോ എടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വേറെ വലിയ വിഷയമാവും. പിന്നെ അങ്ങനെ നമ്മൾ എടുക്കാൻ പാടില്ല. ഇത് പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്താണ്, നേരിട്ട് ഫോട്ടോ എടുത്തതാണ് ഇപ്പൊ കാണിക്കുന്നത്. മറ്റേതൊരു പുസ്തകത്തിൽ നിന്നുള്ളതാണ്. അപ്പൊ എന്താണ് അത് കാണിക്കുന്ന നമുക്ക് എന്താണ് ചെറിയ എന്തെങ്കിലും പിന്നീട് എന്തെങ്കിലും വിഷയമാവരുതല്ലോ. കാരണം എന്തെങ്കിലും കോപ്പിറൈറ്റ് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ പെട്ടു. പിന്നെ യൂട്യൂബിൽ കൊടുക്കുന്നതല്ലേ, അതിനെ കൊണ്ടാണ് അത് അതാണ് ഞാൻ പറയുന്നത്. അത് ഓക്കെ. അപ്പോ ആരെയും വിശ്വാസത്തിൽ എടുക്കാനാവാത്ത അവസ്ഥ എന്ന് പറയുന്ന ശൈലി ഏതാണ്? ചുവർ പോലും ശത്രുവാവുക. ഇപ്പൊ ഇത് 2 ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചതിൽ നിന്ന് തന്നെ എന്താണ് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇതൊന്നും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവാറില്ല. ഇനി കുറച്ച് ശൈലികളെ പറ്റിയിട്ടുള്ള കുറച്ച് ശൈലികളെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഒരു മിനിറ്റ്. കുറച്ച് ശൈലികളെ പഴഞ്ചൊല്ലുകളുടെ ഒരു ബണ്ടിൽ ഞാൻ ഇവിടെ തരുന്നുണ്ട്. നമ്മളൊന്ന് സ്പീഡിൽ നമുക്കൊന്ന് വായിച്ചു പോവാം. അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, ശൈലികൾ എന്നുള്ളത് ഓർക്കുക കേട്ടോ. ടീച്ചറെ ഇത് യൂട്യൂബിൽ അപ്ലോഡ് ആകുമ്പോൾ എങ്ങനെയാവും? എത്ര മണിക്കൂർ കഴിയും? യൂട്യൂബിൽ അപ്ലോഡ് ആവാൻ അതിപ്പോ ഒരു എഡിറ്റ് ഒക്കെ ചെയ്ത് അത് ഇടണ്ടേ, അപ്പോഴല്ലേ അത് കറക്റ്റ് ആവുള്ളൂ. എനിക്ക് തോന്നുന്നു എന്തായാലും ഒരു 1-2 ദിവസം പിടിക്കുമായിരിക്കും. ഇനിയിപ്പോ പരീക്ഷ അതിപ്പോ നിങ്ങൾ അത് തോന്നുന്നു അവരോടൊന്ന് ചോദിച്ചു നോക്കിയാൽ മനസ്സിലാവും. കാരണം ഈ സാധനം എഡിറ്റ് ചെയ്ത് ആവശ്യമില്ലാത്ത സാധനം എല്ലാം കട്ട് ചെയ്തിട്ട് വേണം അത് യൂട്യൂബിൽ ഇടാൻ, അപ്ലോഡ് ചെയ്യാൻ. അപ്പൊ എങ്ങനെയായാലും ക്ലാസ് എടുത്തിട്ട് ഒരു 3-4 ദിവസത്തിനുള്ളിൽ വരാറുണ്ട്. ഒരു 2 ദിവസത്തിനുള്ളിൽ ഇടുവല്ലോ അല്ലെ? എക്സാമിന് മുമ്പേ കൂടെ ഒന്ന് നോക്കിയിട്ട് പോവാൻ. 2 ദിവസത്തിനുള്ളിൽ ഇടാം. യൂട്യൂബിൽ നാളെ തന്നെ ഇടും. നാളെ വൈകിട്ടുള്ളിൽ തന്നെ. അപ്പൊ നാളെ തന്നെ യൂട്യൂബിൽ ഉണ്ടാവും. ഈ യൂട്യൂബിൽ എന്താണ് ഒന്നുകൂടി നോക്കാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ ഇടുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ എന്തെങ്കിലും കട്ടായിട്ടുണ്ടെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിലോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പൊ നമ്മൾ ശൈലികൾ എന്നുള്ള ഭാഗത്തേക്ക് കിടക്കുകയാണ്. കുറച്ച് ശൈലികൾ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആലത്തൂർ കാക്ക. ആശിച്ച് കാണാൻ കഴിക്കുന്നവരാണ് നമ്മൾ ആലത്തൂർ കാക്ക എന്ന് പറയുന്നത്. ആറാട്ടുകൊമ്പൻ വലിയ പ്രധാനി. ഇലയിട്ട് ചവിട്ടുക, അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക. ഇലവു കാത്ത കിളി. ഫലമില്ലാത്ത കാത്തിരിപ്പാണ് ഇലവ് കാത്ത കിളി എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം. ഇല്ലത്തെ പൂച്ച. എവിടെയും പ്രവേശനമുള്ള ആൾ. ഇല്ലത്തെ പൂച്ചക്ക് എന്താണ്? എവിടെയും പ്രവേശനമുണ്ട്. ഉണ്ട ചോറിൽ ഇഞ്ചി കടിക്കുക. ഇഞ്ചി കടിച്ച പോലെ എന്താണ്? ഇഞ്ചി കടിച്ച എന്താണ്? ആൾക്കാർ എന്ന് പറയുന്നത് നിന്റെ മുഖം എന്താ ഇഞ്ചി കടിച്ച പോലെ ഇരിക്കുന്നു ചോദിക്കില്ല. നല്ല ദേഷ്യം പെട്ട് നിൽക്കുന്ന ആളുകളോട് ഇഞ്ചി കടിക്കുക എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടുക. ഉണ്ട ചോറിൽ കല്ലിടുക. നന്ദികേട് കാണിക്കുക. അതാണ് ഉണ്ട ചോറിൽ കല്ലിടുക. ഉലക്കമേൽ കിടക്കുക. അസാധ്യമായ കാര്യം ചെയ്യുക. ഉലക്കന്റെ മേൽ കിടക്കാൻ പറ്റില്ല. അപ്പൊ ചില ശൈലികളൊക്കെ ഉണ്ടല്ലോ, നമുക്കൊരു കോമൺ സെൻസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പലപ്പോഴും നമുക്ക് അങ്ങനെ തന്നെയാണ് കിട്ടുന്നത്. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ചോദിക്കുള്ളൂ. പിന്നെ ചില കാര്യങ്ങൾ ഇപ്പൊ ഈ ആലത്തൂർ കാക്ക ഒക്കെ പറഞ്ഞാല് നമുക്ക് പെട്ടെന്നൊന്നും തിരിയില്ല. എന്താണ് ആലത്തൂർ കാക്ക? ആശിച്ച് കാലം കഴിക്കുന്നത്. ആലത്തൂർ കാക്ക എന്ന് പറയുമ്പോൾ എന്താണ് ഒട്ടും നമുക്കത് മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പൊ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് പ്രശ്നമുള്ളൂ. ബാക്കിയൊക്കെ എന്താണ്? ഇപ്പൊ ഉണ്ട ചോറിൽ കല്ലിടുക കാരണം നന്ദികേട് കാട്ടുക. അതായത് നമുക്ക് കഴിക്കാൻ തന്ന ചോറിൽ എന്ത് ചെയ്യുക? നമ്മളോട് സ്നേഹം കാണിച്ച ആളുകളോട് നമ്മൾ നന്ദികേട് കാട്ടുക എന്നുള്ളതാണ് എന്ത്? ഉണ്ട ചോറിൽ കല്ലിടുക. ഉലക്കമേൽ കിടക്കുക എന്താണ്? അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അതായത് ഒരിക്കൽ നടക്കാത്തൊരു കാര്യമാണ് അതെന്ത്? അത്. ഉർവശി ചമയുക. മഹാസുന്ദരി എന്ന് നടിക്കുക. അതായത് ഭയങ്കര സുന്ദരിയാണ്, അവളുടെ ഉർവശി ചമയൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ.
സകലതും, അതായത് A to Z കാര്യങ്ങളാണ് ഉപ്പ് തൊട്ട് കർപ്പൂരം. ഉപ്പ് കൂട്ടി തിന്നുക, നന്ദി കാണിക്കുക എന്നുള്ളതാണ് ഉപ്പ് കൂട്ടി തിന്നുക. നന്ദികേട് കാട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ട ചോറിൽ കല്ലിടുകയും നന്ദി കാണിക്കുക എന്താണ് ഉപ്പ് കൂട്ടി തിന്നുകയാണ്. ഓക്കെ. കലക്കി കുടിക്കുക, മുഴുവനും ഗ്രഹിക്കുക, അതാണ് എന്ത് കലക്കി കുടിക്കുക. അതായത് പരീക്ഷയ്ക്ക് ആ വിഷയം ഞാൻ കലക്കി കുടിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് മുഴുവനായിട്ട് ഞാൻ പഠിച്ചെന്നാണ് അർത്ഥം. കണ്ണടയ്ക്കുക, കണ്ടില്ലെന്ന് നടിക്കുക. ചില തെറ്റുകൾക്ക് നേരെ നമ്മൾ കണ്ണടക്കും അല്ലെ, അതാണ് കണ്ടില്ലെന്ന് നടിക്കുക. കണ്ണിൽ പൊടിയിടുക, ചതിക്കുക എന്നാണ്. ഒരാളെ കണ്ണ് പൊടിയിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും. ആളുകളെ കണ്ണ് പൊടിയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ, അതാണ് ചതിച്ചും കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് കണ്ണിൽ പൊടിയിടുക. കണ്ണിൽ മണ്ണിടുക, വഞ്ചിക്കുക. കണ്ണിൽ പൊടിയിടുക, കണ്ണിൽ മണ്ണിടുക, ചതിക്കുക, വഞ്ചിക്കുക, രണ്ടും ഏറെക്കുറെ ഒരു അർത്ഥമാണ് കേട്ടോ. കണ്ണിലെ കരട് സദാ ഉപദ്രവകാരിയാണെന്ത് കണ്ണിലെ കരട് എന്ന് പറയുന്നത്. കണ്ണിലെ കരട്, എന്റെ കണ്ണിലെ കരടാണെന്ന് അറിയില്ല, എന്താണ് സദാ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെന്ത് ഈ കണ്ണിലെ കരടായിട്ട് മാറുന്നത്. കാനന ചന്ദ്രിക, ഉപയോഗശൂന്യമായത്. കാനന ചന്ദ്രിക, കാനന എന്ന് പറഞ്ഞ കാട്, കാട്ടിലെ ചന്ദ്രിക അല്ലെങ്കിൽ കാട്ടിലെ നിലാവ് എന്നുള്ള അർത്ഥത്തിലാണ് എന്ത് ഉപയോഗശൂന്യമായത്. കാനൽ ജലം, തോന്നൽ മാത്രം. കാനൽ ജലം എന്ന് പറഞ്ഞാൽ എന്താണ് തോന്നൽ അല്ലെങ്കിൽ ചിന്ത മാത്രമാണ്. കിണറ്റിലെ തവള, ലോകപരിജ്ഞാനം കുറഞ്ഞ ആള്. നമ്മളിതിന് കൂപമണ്ടൂകം എന്നൊക്കെ പറയും. കൂപമണ്ടൂകം, കൂപമണ്ടൂകം എന്ന് പറഞ്ഞാൽ പൊട്ടക്കിണറ്റിലെ തവള എന്നാണ്. കൂപമണ്ടൂകം എന്താണ് പൊട്ടക്കിണറ്റിലെ തവള. ഈ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളക്ക് എന്താണ് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മളെന്താണ് കിണറ്റിൽ കിടക്കുന്ന തവളേന്റെ വിചാരം കിണറാണ് വലിയ രോഗം, അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നാണ്. അങ്ങനെ ചില ആളുകൾക്കുണ്ട്. അവൻക്കുള്ള ചെറിയ വിവരം വെച്ച് മാത്രം ഭയങ്കര സംഭാക്കി സംസാരിക്കുന്ന കുറെ ആളുകളുണ്ട് അല്ലെ. എന്താണ് അവരുടെ അറിവ് മാത്രമാണ് വലുത്, അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും അല്ല എന്നുള്ള ചിന്ത ഉണ്ട്. അത് അങ്ങനത്തെ ആളുകളാണ് നമ്മൾ എന്ത് കൂപമണ്ടൂകം എന്ന് വിളിക്കുന്നത്. പൊട്ടക്കിണറ്റിലെ തവള അല്ലെങ്കിൽ കിണറ്റിലെ തവള. കീരിയും പാമ്പും, ജന്മനാ ശത്രുക്കളായിട്ടുള്ള ആളുകൾ നമ്മൾ ചില ചേട്ടാനിയന്മാരെന്തിരിക്കും കീരിയും പാമ്പും ആയിരിക്കും. ജനിച്ച മുതൽ ഒരു തല്ലായിരിക്കും അല്ലെ. എന്താണ് ചില ബന്ധുക്കൾ ചില ആളുകളൊക്കെ എന്താണ് കീരിയും പാമ്പും പോലെ ആയിരിക്കും. കീറാമുട്ടി, പ്രയാസമേറിയ കാര്യം. കീറാമുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇപ്പൊ നമ്മൾ മാത്സ് ഒരു കീറാമുട്ടി എന്ന് പറയും. മാത്സ് എന്താണ് ഒരു പ്രയാസമേറിയിട്ടുള്ള വിഷയമാണെന്ന് പറയും. കുതിര കയറുക, കാരണമില്ലാതെ ഉപദ്രവിക്കുക. നമ്മുടെ മേൽ കുതിര, നീ എന്തിനാ എന്റെ മേൽ കുതിര കയറുന്നു ചോദിക്കൂലേ, അതെന്താണ് കാരണം, ഒരു കാരണമില്ലാണ്ട് വെറുതെ നമ്മളെ മെക്കെട്ട് കയറുക എന്നുള്ള എന്താണ് കുതിര കയറുക. കുഴിയിലേക്ക് കാൽ നീട്ടുക, അത് നമ്മളെപ്പോഴും കേട്ടുള്ള സാധനം. കുഴിയിലേക്ക് കാൽ നീട്ടി ഇരിക്കുകയാണ്, അതായത് മരണം കാത്തിട്ട് കിടക്കുക, അല്ലെങ്കിൽ നല്ല പ്രായമായിട്ട് എന്താണ് മരിക്കാതെ കിടക്കുക, അല്ലെങ്കിൽ ഏറ്റവും പ്രായമായിട്ട് മരിക്കുക എന്നുള്ളതാണ് കുഴിയിലേക്ക് കാൽ നീട്ടുക എന്ന് പറഞ്ഞത്. കുളം കോരുക, ഈ കുളം കോരുക മുൻപ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഉന്മൂലനാശം വരുത്തുക എന്നുള്ളതാണ് എന്ത് കുളം കോരുക എന്നുള്ളതിന്റെ അർത്ഥം. ഉന്മൂലനാശം, അതായത് അടി മുതൽ തടി വരെ എന്ത് ചെയ്യുക നന്നായിട്ട് നാശം വരുത്തുക. സിംഹാവലോകനം, ആകെ കൂടി നോക്കുക എന്നുള്ളതാണ് സിംഹാവലോകനം. സുഗ്രീവാജ്ഞ, സുഗ്രീവാജ്ഞ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരിക്കലും ലംഘിക്കാൻ കഴിയാത്ത കൽപ്പന. സുഗ്രീവന്റെ ആജ്ഞ, സുഗ്രീവാജ്ഞ എന്താണ് ഒരിക്കലും എന്താണ് അത് ഒഴിവാക്കാൻ കഴിയൂല. ശതകം ചൊല്ലിക്കുക, എന്താണ് വിഷമിപ്പിക്കുക എന്നുള്ളതാണ് ശതകം ചൊല്ലിക്കുക. ശ്ലോകത്തിൽ കഴിക്കുക, വളരെ ചുരുക്കി പറയുക. അതായത് ശ്ലോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ശ്ലോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ചെറിയ 4 വരിയുള്ള കവിത പോലത്തെ ഒരു സാധനമാണ് എന്ത് ശ്ലോകം എന്ന് പറയുന്നത്. അപ്പൊ ഈ ശ്ലോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ആ ഒരു ചെറിയ സാധനം. അത്തരത്തിൽ ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ പറഞ്ഞതുപോലെ എന്താണ് വളരെ ചുരുക്കി പെട്ടെന്ന് തീർക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറയുന്നത്. ഓക്കെ. ശവത്തിൽ കുത്തുക, എന്താണ് അവശനെ ഉപദ്രവിക്കുക. അതായത് ഏറ്റവും ബുദ്ധിമുട്ടായ ആൾക്ക് പിന്നെയും പിന്നെ ഉപദ്രവിക്കുന്നതിന് നമ്മൾ എന്തെന്ന് പറയാ ശവത്തിൽ കുത്തുക. അവശനായിട്ടുള്ള ആളുകളെ ഉപദ്രവിക്കുക എന്ത് ശവത്തിൽ കുത്തുക. ഓക്കെ. അതുപോലെ തന്നെ എന്താണ് ഏട് കെട്ടുക, പഠിത്തം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഏട് കെട്ടുക. ഏട് കെട്ടുക എന്താണ് പഠിത്തം അവസാനിപ്പിക്കുക. ഓക്കെ. അമരക്കാരൻ, മാർഗദർശകൻ. അമരക്കാരൻ എന്ന് പറഞ്ഞാൽ എന്താണ് നിന്റെ ഒരു ഏറ്റവും വലിയ എന്താണ് മെയിൻ ആള്. നമ്മുടെയൊക്കെ മാർഗദർശിയായിട്ടുള്ള അധ്യാപകരുണ്ടാകും അല്ലെ, നമ്മളെ നേരായ വഴിയിലേക്ക് നയിക്കുന്നത് നമുക്ക് വഴി കാണിച്ചിരുന്ന ആളാണ് അമരക്കാരൻ. വിഷകന്യക, നാശകാരിണി, നാശകാരിണി ഈശായാണ് നാശത്തിന്. അതേപോലെ മാർഗദർശകനും ഈശായാണ്. നാശകാരി, വിഷകന്യക പറഞ്ഞാൽ നാശകാരിയാണ്. കുംഭകോണം, കുംഭകോണം എന്ന് പറഞ്ഞാല് അഴിമതി. തീപ്പെടുക, മരിക്കുക. തീപ്പെടുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിക്കുക. അപ്പോ തീപ്പെടുക എന്ന് പറഞ്ഞാൽ ആരെയാണ് തീപ്പെടുക, ആര് തീപ്പെട്ടു എന്നാണ് പറയാ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പത്രത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ആര് തീപ്പെട്ടു എന്നാ പറയാ? കേൾക്കുന്നില്ലേ? കീഴ്പ്പെടുക, പോലീസിന് കള്ളൻ കീഴ്പ്പെടുക, അതാണോ ഉദ്ദേശിച്ചത്? തീപ്പെടുക, ഇത് തീപ്പെടുക. തീപ്പെടുക.
മരിക്കുക എന്നർത്ഥം. അപ്പൊ ആര് തീപ്പെട്ടു എന്നാ പറയാ. അപ്പൊ നമ്മള് ഒരു ആനന്റെ ജീവൻ പോയാൽ നമ്മൾ ആന ചരിഞ്ഞു എന്ന് പറയൂലേ? ആടാണെങ്കിൽ എന്ത് പറയും? അല്ലെങ്കിൽ കോഴിയാണെങ്കിൽ കോഴി ചത്തു, ആട് ചത്തു എന്ന് പറയാ. ആന ചത്തു എന്ന് പറയില്ല, ആന ചരിഞ്ഞു എന്നേ പറയുള്ളൂ. അതേമാതിരി നമ്മൾ മരിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചു എന്നേ പറയുള്ളൂ സാധാരണക്കാരായ ആളുകൾ. ഇപ്പൊ ചില രാജവംശങ്ങള് മരിച്ചിട്ടുണ്ടെങ്കിൽ നാടു നീങ്ങി, കേട്ടിട്ടുണ്ടോ? നാടു നീങ്ങി. അതുപോലെ തന്നെ ഈ ക്രിസ്തീയ പുരോഹിതന്മാരൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ കാലം ചെയ്തു എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ? അതേപോലെ സാമൂതിരി കുടുംബത്തിലുള്ള ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ എന്താണ്, ഇന്ന സാമൂതിരി തീപ്പെട്ടു എന്നാ പറയാ. ഇന്ന സാമൂതിരി തീപ്പെട്ടു എന്നാ പറയാ. ഓക്കെ, അതും ഓർത്തു വെക്കണം. തീപ്പെടുന്ന സാമൂതിരി കുടുംബത്തിലൊക്കെ ആരെങ്കിലും മനസ്സിലായത്. ഇപ്പോഴും അവരങ്ങനെയാ പറയാ. ഇപ്പോഴും പത്രങ്ങളിൽ തീപ്പെടും എന്ന് പറയുമ്പോൾ സാമൂതിരി കുടുംബങ്ങളിൽ, അതായത് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി രാജവംശത്തിന്റെ ആരെങ്കിലൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവര് തീപ്പെട്ടു എന്നാ പറയാം. അപ്പൊ ആളുകൾ മരിക്കുന്നതിൻ്റെത് പോലും എന്താണ്, നമ്മളൊക്കെ മരിച്ചാൽ ആരും മരിച്ചു എന്നല്ലേ പറയുള്ളൂ, അല്ലെ അന്തരിച്ചു. പത്രം നോക്കുന്ന സമയത്ത് നമുക്കത് ഒരുപാട് കാണാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങൾ കേട്ടാ. ഗോപി തൊടുക, വിഫലമാക്കുക, ഒരു ഫലമില്ലാത്ത കാര്യമാക്കുക. ആനമുട്ട എന്ന സാധനം ഭൂമിയിലില്ല. ഒട്ടകപക്ഷിയുടെ മുട്ടയ്ക്ക് ആണെങ്കിൽ എന്താണ്, നമ്മളെന്താണ് വലിയ സംഭവം, എന്താ അവിടെ ഉള്ളത്, ആനമുട്ട ഉണ്ട് എന്ന് പറയില്ലേ? വലിയ എന്തോ സംഭവം. അത് ഇല്ലാത്തൊരു സാധനമാണ്. ഇല്ലാത്തൊരു സാധനത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആനമുട്ട എന്ന് പറയുന്നത്. മണ്ണാന്റെ കഴുത, സ്വൈരം കെട്ട ജീവിതം, അതെന്താണ്, എപ്പോഴും പണിയായിരിക്കും. അതാണ് എന്ത്, മണ്ണാന്റെ കഴുത. മഞ്ഞൾ പറിക്കുക, നാണിച്ചു പോകുക എന്നുള്ളതാണ് മഞ്ഞൾ പറിക്കുക. മുഖത്ത് കരി തേക്കുക, നാണക്കേട് ഉണ്ടാക്കുക. എന്റെ മുഖത്ത് കരിവാരി തേച്ചറിഞ്ഞ എന്താണ്, നാണക്കേടാക്കി. മുയൽക്കൊമ്പ്, മുയലിന് കൊമ്പില്ല, എന്താണ്, ഇല്ലാത്ത വസ്തു. നമ്മൾ ആനമുട്ട പറഞ്ഞ മാതിരി മുയൽക്കൊമ്പ്, കുതിരക്കൊമ്പൊക്കെ എന്താണ്, കുതിരക്കും കൊമ്പില്ല, എന്താണ്, മുയലിനും കൊമ്പില്ല, ഇല്ലാത്ത വസ്തുവാണ് അതൊക്കെ കേട്ടാ. വനരോധനം, നിഷ്പ്രയോജനമായ സങ്കടം പറച്ചിൽ, ഒരു കാര്യമില്ലാണ്ട് വെറുതെ സങ്കടം പറയാ. എന്നാൽ എന്താണ്, ആ സങ്കടത്തിന് ഒരു അറുതി വരുത്താൻ പറ്റൂല. അതാണ് എന്ത്, വനരോധനം എന്ന് പറഞ്ഞത്. സിംഹാവലോകനം നമ്മൾ നേരത്തെ പറഞ്ഞ ആകെ കൂടി നോക്കുക. സിഗ്രീവാജ്ഞ, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞാണ്, വീണ്ടും വന്നാണ്. അപ്പൊ എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് ശരിക്ക് ശൈലികൾ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നമുക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് പറയേണ്ടത്. ഒരു ഒറ്റ ഇതും കൂടി ഉണ്ട്. നെല്ലിപ്പടി കാണുക, അടിയറ്റം കാണുക. അതായത് ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടു എന്ന് പറയില്ലേ, നെല്ലിപ്പലക കണ്ടു എന്നെല്ലാം പറയാം. എന്താണ്, അടിയറ്റം കാണുക, ഏറ്റവും അടിവരെ കാണുക. പഞ്ചായത്ത് പറയുക, മധ്യസ്ഥം പറയുക. എന്താണ്, രണ്ടാളുകൾക്കിടയിൽ തർക്കം പരിഹരിക്കുക. 10ാം നമ്പർ വളരെ ഗുണം കുറഞ്ഞ, 10ാം നമ്പർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞത്. പള്ളിയറയിലെ കള്ളൻ, ഉന്നത സ്ഥാനങ്ങളിലെ കള്ളൻ. പള്ളി ഉറക്കം, പള്ളി വഞ്ചൽ, അങ്ങനൊക്കെ പറഞ്ഞ കുറെ സാധനങ്ങളില്ലേ. പള്ളി നീരാട്ട്, അതായത് പള്ളി നീരാട്ട്, പള്ളി ഉറക്കം എന്നൊക്കെ പറഞ്ഞ രാജാവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ പള്ളിയറയിലെ കള്ളൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏറ്റവും ഹയസ്റ്റിൽ നിൽക്കുന്ന കള്ളൻ എന്ന് പറയുന്നത്. പമ്പരം ചുറ്റിക്കുക, പരിഭ്രമിച്ച് കഷ്ടപ്പെടുത്തുക. എന്നെ തമ്പരം പോലെ ചുറ്റിച്ചു എന്ന് പറയും അല്ലെ, എന്നെ ആകെ പേടിപ്പിച്ച് കഷ്ടപ്പെടുത്തി. 12ാം മണിക്കൂർ, അവസാന നിമിഷം. ഒരു ദിവസത്തിന്റെ ഏറ്റവും ലാസ്റ്റ് ആണ് 12ാമത്തെ മണിക്കൂർ. ഇത് ഏറ്റവും ലാസ്റ്റ് 12ാം മണിക്കൂർ ചില ആളുകൾ എന്ത് ചെയ്യും, ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. എന്താണ്, ഏറ്റവും അവസാനം. പാഷാണത്ത് കൃമി, ദുഷ്ടൻ. പാഷാണം എന്താണ്, വിഷമാണ്. ആ വിഷത്തിൽ ഒരു കൃമിക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ അത് അതിലും വലിയ വിഷമുണ്ട്. അതാണ് എന്ത്, മഹാദുഷ്ടൻ ട്ടാ. പുസ്തകപ്പുഴു, പ്രായോഗിക ജ്ഞാനം ഇല്ലാത്തവൻ. ചില ആളുകൾ ഭയങ്കര ബുക്ക് വർമുകളായിരിക്കും. ചില പുസ്തകപ്പുഴുക്കൾ എന്താണ്, നമ്മൾ പറയും ഭയങ്കര പുസ്തകപ്പുഴുവാണോ, ഭയങ്കര പടുവാണെന്ന് പറയും. പടു എന്താണ്, ഭയങ്കര പഠിപ്പിച്ചപ്പോ നന്നായിട്ട് വായിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ പുസ്തകപ്പുഴുക്കളായിരിക്കും. പക്ഷെ എന്താണ്, ചില ആളുകൾ എന്താണ്, ഒരു വിവരം ഇല്ലെങ്കിൽ എപ്പോഴും പുസ്തകത്തിന്റെ മേലെ കിടന്നിട്ടാ, എന്താണ്, പുസ്തകത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ, പ്രായോഗികമായിട്ടുള്ള ബുദ്ധി ഉണ്ടാവില്ല. അവരെയാണ് എന്ത് നോക്കിയാ, പുസ്തകപ്പുഴു എന്ന് പറയും. പൂച്ചു തെളിയുക, വാസ്തവം വെളിപ്പെടുക, സത്യം തിരിച്ചറിയാം കേട്ടാ. ഭൈമീ കാമുകന്മാർ, സ്ഥാനമോഹികളാണ് ഭൈമീ കാമുകൻ. പിന്നെ എന്താണ്, മണ്ണാന്റെ കഴുത, സ്വൈരം കെട്ട ജീവിതം. ഇത്തരത്തിലാണ് എന്ത്, ശൈലികൾ ഉണ്ടാവുക. ഇനി കുറച്ച് പഴഞ്ചൊല്ലികളുണ്ട്. പഴഞ്ചൊല്ലികൾ അത്യാവശ്യം ഒരുപാടുണ്ട്, എന്നാലും നമുക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. പഴഞ്ചൊല്ലികൾ. അതിന് മുൻപ് 2019 ചോദിച്ചിട്ടുള്ള 2 ചോദ്യങ്ങളും കൂടി നിങ്ങൾ കേട്ടോ. 2019 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആശയസാമ്യം ഇല്ലാത്ത ശൈലി ഏത്? 2019 വെച്ച് പ്രീവിയസ് ആണ് കേട്ടോ. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ആശയസാമ്യം ഇല്ലാത്ത ശൈലി ഏത്? അടി മുതൽ മുടി വരെ, ആപാത ചൂടം, അജഗജാന്തരം, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ. അജഗജാന്തരം. ഏതാണ്? വായിക്കാവോ? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആശയസാമ്യം ഇല്ലാത്ത ശൈലി ഏത്? അതായത് ഒരേ ആശയമല്ലാത്ത ശൈലി. അത് 4 ഏറ്റവും വിട്ടു നിൽക്കുന്നത് ഏത്? ആപാത ചൂഢം,
അജഗജാന്തരം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ. ഓക്കെ, അജഗജാന്തരം. അജഗജാന്തരാണ്. കാരണം എന്താണ്, ഭക്തി മൂന്നും A to Z എന്നുള്ള ഒരു അർത്ഥത്തിലാണ് വരുന്നതാണ്. അജഗജാന്തരം എന്ന് പറഞ്ഞാൽ അത് വലിയ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള അന്തരം, ആടും ആനയും തമ്മിലുള്ള വ്യത്യാസം എന്നാണെന്ത് അതാണ് പറയുന്നത്. മറ്റേത് A to Z കാര്യങ്ങൾ. പിന്നെ അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച മറ്റൊരു ചോദ്യമാണെന്ത്, ഈ ശൈലീന്റെ കൂടെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. ഒരു പഴഞ്ചൊല്ലുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്കയും ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഈ പഴഞ്ചൊല്ലിന്റെ ആശയവുമായി യോജിക്കുന്നത് ഏത്? അനുഭവ സമ്പന്നരുടെ ഉപദേശങ്ങൾ ജീവിതത്തിൽ സന്തോഷം പകരും. മുതിർന്നവരുടെ ഉപദേശങ്ങൾ പലപ്പോഴും പ്രയോജനകരമല്ല. മുതുനെല്ലിക്ക പോലെ ഉപേക്ഷിക്കേണ്ടവയാണ് മുതിർന്നവരുടെ വാക്കുകൾ. മുതിർന്നവരുടെ ചില വാക്കുകൾ എപ്പോഴും കയ്പുള്ളവയാണ്. ഏതാണ്? എന്താണ്? അനുഭവ സമ്പന്നരുടെ ഉപദേശങ്ങൾ ജീവിതത്തിൽ സന്തോഷം പകരും. അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ, ശൈലിന്ന് ഒരു ക്വസ്റ്റ്യൻ, പഴഞ്ചൊല്ലുന്ന ഒരു ക്വസ്റ്റ്യൻ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും 3 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ നോക്കി, അതിൽ 3ലും എന്താണ് ഇത് ചോദിച്ചിട്ടുണ്ട്. ചിലതിലൊക്കെ രണ്ട് സെറ്റ് വീതം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് നോക്കി നിൽക്കുക. അപ്പൊ അത് നോക്കി വെച്ചതിന് ശേഷം എന്ത് ചെയ്യും നിങ്ങള്, ഇപ്പൊ ഈ പറഞ്ഞ പോലെ അത് കാണാണ്ട് പഠിക്കണം എന്ന് ഞാൻ പറയില്ല. കാരണം എന്താണ്, കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഓർമ്മ വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങളൊന്ന് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പഴഞ്ചൊല്ലുകൾ എന്നുള്ള ഭാഗത്തേക്ക് നോക്കാം. ആനവായിൽ അമ്പഴങ്ങ എന്ന് പറയുന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്താണ്? വളരെ ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് വലിയ സംരംഭം സംഭരണം നടത്തുക. അതായത് വലിയ ചെലവ്, ചെറിയൊരു കാര്യത്തിന് വലിയ ചെലവ് നടത്തുക. ആന കൊടുത്താൽ ആശ കൊടുക്കരുത്. പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും എന്ത് ചെയ്യരുത്, അങ്ങനൊന്നും പറയില്ല. അതായത് അവസാനം ഒന്ന് കൊടുത്തിന്ന് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, എന്താണ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരാളോടും പറയാൻ നിൽക്കരുത്. അതാണെന്ത് ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്ന് പറയുന്നത്. മടിയൻ മല ചുമക്കും. ജീവിതത്തിൽ അധ്വാനിക്കാതെ അലസ ജീവിതം നയിക്കുന്നവൻ ഭാവിയിൽ യാതനകൾ അനുഭവിക്കേണ്ടി വരും. അതാണെന്ത് മടിയൻ മല ചുമക്കും. മിണ്ടാ പൂച്ച കല മുടക്കും. അതെന്താണ്, അധികം സംസാരിക്കാതെ അടങ്ങി നിൽക്കുമ്പോൾ തക്കം വരുമ്പോ എന്ത് ചെയ്യും, ഓരോരോ തനി സ്വഭാവം കാണിക്കും. മിന്നുന്നതെല്ലാം പൊന്നല്ല, കാഴ്ചക്ക് നല്ലതൊന്നും എന്താണ് ഉള്ളിൽ നല്ലതായി കൊള്ളുന്നില്ല അല്ലെ. അതെന്ത് മിന്നുന്നതെല്ലാം പൊന്നല്ല. ചില ആളുകളുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. മീനത്തിൽ മഴ പെയ്താൽ മീനിനും ഇരയില്ല. അതായത് മീനമാസം എന്ന് പറഞ്ഞാൽ എന്താണ്, ചൂട് കാലാണ്. മീനമാസത്തിൽ പോയി മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കൃഷി നശിക്കും, എല്ലാം നശിക്കും. അതാണെന്ത് സർവമായിട്ട് നാശം. മീനത്തിൽ മഴ ചെയ്താൽ മീനിന് പോലും ഇരയില്ല. വല്ലഭന് പുല്ലുമായുധം. അതായത് സർവകലാവല്ലഭൻ, സകല കലാവല്ലഭൻ എന്ന് കേട്ടിട്ടില്ലേ? അത് നല്ല കഴിവുള്ള ആളുകൾക്ക് എന്താണ്, അവൻ എന്തും നല്ല രീതിയിൽ ഉപയോഗിക്കും. അതാണ്, കഴിവാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വാദിപ്രതിയായി, സഹായിക്കാൻ വന്നയാളെ എന്ത് ചെയ്ത് പിടിച്ച് കുറ്റവാളിയാക്കി. അതാണ് എന്ത് വാദിപ്രതിയായി. വിദ്യാധനം സർവധനാൽ പ്രധാനം. സകല ധനങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തരമേറിയത് എന്താണ്, അറിവാകുന്നു. അതാണെന്ത് വിദ്യാധനം സർവധനാൽ പ്രധാനം. വിനാശകാലെ വിപരീത ബുദ്ധി. എന്താണ്, സ്വയം മോശമായിരിക്കുമ്പോൾ നമ്മൾ എന്ത് ആലോചിച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യും, അത് മോശമാവും. നമുക്ക് കഷ്ടകാലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് എന്റെ സമയം ഇപ്പൊ കഷ്ടകാലാണ്, അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ആലോചിച്ചിരിക്കുമ്പോൾ എന്താണ് നമ്മൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും മനസ്സ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മണ്ടത്തരങ്ങളായിരിക്കും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തല പോയ തെങ്ങിനെന്ത് കാറ്റും ബഷറും. അതായത് എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞ ആൾക്ക് പിന്നെ എന്ത് സംഭവിച്ചാലും എന്തില്ല, ഒരു കുഴപ്പമില്ല. നമ്മളെ കാര്യം അങ്ങനെ, നമുക്കെല്ലാം കയ്യിൽ നിന്ന് പോയി, ഒക്കെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ എന്താണ്, എല്ലാം എന്താണ് ഈ പറഞ്ഞ പോലെ പോയി കയ്യിൽ നിന്ന് പോയാലും നമുക്ക് പ്രശ്നമില്ല. തന്നോളം വളർന്നാൽ തനിക്കൊപ്പം. മക്കൾ മുതിർന്നു കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കൾ അവരെ തുല്യരായി കണക്കാക്കണം അല്ലെ. തന്നോളം വളർന്നാൽ തനിക്കൊപ്പം. നമ്മളെ രക്ഷിതാക്കൾ എന്താണ്, മക്കള് കുറച്ച് വലുതായി കഴിഞ്ഞാൽ എന്താണ് നമ്മളെ പോലെ തന്നെ കാണണം. അപ്പൊ അവര് കുട്ടികളല്ല എന്നുള്ള അർത്ഥത്തിലാണ് അത് പറയുന്നത് അല്ലെ. നമ്മളെപ്പോഴും അവരെ കുട്ടികളായിട്ട് മാത്രം കണ്ടാൽ എന്താണ്, അവർ വ്യക്തികളായിട്ട് മാറാൻ ബുദ്ധിമുട്ടും. താങ്ങാൻ ആളുണ്ടെങ്കിലേ തളർച്ചയുള്ളൂ. എന്ത് പ്രശ്നത്തിലാണെങ്കിലും എന്താണ്, താൻ ഒറ്റയ്ക്കുള്ളത് നേരിടാൻ എന്നുള്ള ഒരു കാര്യം വരുന്ന സമയത്ത് എന്താണ്, നമ്മൾ പിന്നെ തളരൂല. നേരെ മറിച്ച് നമുക്ക് താങ്ങാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് എല്ലാ പ്രശ്നങ്ങളും വലിയ പ്രശ്നങ്ങളായിട്ട് മാറും. പയ്യെ തിന്നാൽ പനയും തിന്നാം. കുറച്ച് സമയം എടുത്താലും കുഴപ്പമില്ല, നമുക്ക് എന്തും പൂർത്തിയാക്കാൻ പറ്റും. അതായത് അസാധ്യമായിട്ട് ഒന്നുമില്ല, സമയം എടുത്താലും ചെയ്യാൻ പറ്റും. പട മേടിച്ച് പന്തളത്ത് പോയപ്പോൾ അവിടെ പന്തംകുളത്തി പെടാം. അതായത് ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോ എന്താണ്, വീണ്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും, അതിനേക്കാൾ വലിയ പ്രശ്നം വരും. എലിയെ പേടിച്ച് ഇല്ലം ചുടുക. ഒരു നിസ്സാരനായ എതിരാളിയെ തോൽപ്പിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യുക, തന്റെ ഉള്ള കാര്യങ്ങൾ മുഴുവൻ ഒഴിവാക്കി തനിക്ക് തന്നെ നാശം വരുത്തുക. ഐക്യമത്യ മഹാബലം. ഒരുമയാണ്, അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കുന്നതാണ് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അല്ലെ. ഒന്നുകിൽ ആശാന നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്.
എന്താണ് ഒരു അന്തും കുന്തും ഇല്ലാണ്ട് ചെയ്യുന്ന, ഒരു ലക്ഷ്യബോധം ഇല്ലാതെ ചെയ്യുന്ന പ്രവൃത്തികൾ എങ്ങനെയാവും? ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ചത്തെങ്കിലും കളരിക്ക് പുറത്താവും. ഒരുമയുണ്ടെങ്കിൽ ഒലക്കമയിലും കിടക്കാം. ഐക്യമുണ്ടെങ്കിൽ അസാധ്യമായ കാര്യങ്ങൾ എന്ത് ചെയ്യാം? സാധ്യമാക്കാം. കടലിൽ കായം കലക്കുക. കടലിൽ കായം കലക്കി എങ്ങനെയിരിക്കും? എങ്ങനെ ഉണ്ടാവും കടലിൽ കായം കലക്കി? നിങ്ങളും ചിന്തിച്ചു നോക്ക്. വളരെയധികം ഉപയോഗിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു കറിപ്പാത്രത്തിൽ കുറച്ച് കായം കലക്കി വെച്ചാൽ വലിയ കുഴപ്പമില്ല. അതായത് കടലിൽ കായം കലക്കി നമുക്ക് ഒരുപാട് ചെലവ് വേണ്ട സ്ഥലത്ത് നമ്മൾ വളരെ പിശുക്കി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിനെ കടലിൽ കായം കലക്കുക എന്ന് പറയും. കയ്യാല പുറത്ത് തേങ്ങ, അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാം, എന്തും ചെയ്യാം. അതാണ് എന്ത് കയ്യാല പുറത്ത്. ഇപ്പൊ നമ്മൾ എന്താണ് ചില കാര്യങ്ങള് നമുക്കൊരു ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു സാധനം വരാനുണ്ട്, അത് കിട്ടാനും സാധ്യത, കിട്ടാതിരിക്കാൻ സാധ്യത. എന്താണ്? അത് കയ്യാലപ്പുറത്ത് തേങ്ങയാണ്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, ശക്തിയുള്ളവന് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് എന്തും ചെയ്യാം, ആരും തടയില്ല. അതാണ് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. ഇരുന്നിട്ട് വേണം കാൽ നീട്ടാൻ. ആവശ്യത്തിന് മുന്നൊരുക്കം നടത്തിയിട്ട് വേണം ചില കാര്യങ്ങൾ ചെയ്യാൻ എന്ന് സൂചിപ്പിക്കാൻ. അത് എപ്പോഴും നമ്മൾ ആദ്യം ഇരിക്കണം, എന്നിട്ട് കാൽ നീട്ടണം. ആദ്യം തന്നെ കാൽ നീട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വീണു പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ ചിലപ്പോഴും നമ്മൾ പറയാറുണ്ട് എന്ത്, നമ്മൾ ഇപ്പൊ ഒരു പരീക്ഷയൊക്കെ പഠിക്കുന്ന സാധനമാണെന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ എക്സാം മുതൽ നമ്മൾ എഴുതി തുടങ്ങുക. വലിയ വലിയ എക്സാമിലേക്ക് ആദ്യം എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താണ്, ആദ്യം നമ്മളൊന്ന് ഇരുന്നിട്ട് കാല് നീട്ടാന്ന് പറയാം. എപ്പോഴും നമ്മൾ ഇപ്പൊ നമ്മളൊരു കാര്യത്തിൽ നമുക്കൊരു ജോലി കിട്ടി. നമ്മൾ ജോലി കിട്ടിയിട്ട് രണ്ടാമത്തെ മാസം മുതൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കുറെ ബേസിക് ആയിട്ടുള്ള നീഡ്സുകൾ ഉണ്ട്. നമ്മൾ വീട് ശരിയാക്കണം, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഒരു വീടിന്റെ എന്തെങ്കിലും പണികൾ ഉണ്ടെങ്കിൽ പണിയെടുക്കണം. അപ്പൊ നമ്മളൊരു വീട് ഉണ്ടെങ്കിലും ചിലപ്പോൾ കംപ്ലീറ്റ് ആവാത്ത വീടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ പൈസ കൊണ്ട് നമ്മൾ വീട് കംപ്ലീറ്റ് ആക്കും അല്ലെ? അപ്പൊ നമ്മൾ ചില ആൾക്കാർ എന്ത് ചെയ്യും? 2 മാസം ശമ്പളം കിട്ടി ആദ്യം പോയി ഒരു വണ്ടി അങ്ങ് വാങ്ങും. വെറുതെ ഒരു കാര്യം ഉണ്ടാവില്ല, വണ്ടിക്ക് ആവശ്യം ഉണ്ടാവില്ല, എന്നാൽ പോലും അല്ലെങ്കിൽ ഒരു നല്ലൊരു വലിയ 1.5 ലക്ഷം രൂപയുടെ മൊബൈൽ ഫോൺ അങ്ങ് വാങ്ങും, ഐഫോൺ പോലത്തെ സാധനങ്ങൾ വാങ്ങും. ചില ആളുകൾ എന്ത് ചെയ്യും? അതൊന്നും ആവശ്യമില്ലാത്ത സാധനമൊന്നല്ല. നമുക്ക് നമ്മളെ ബേസിക് നീഡ്സ് ആദ്യം ചെയ്യണം, എന്നിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള കാര്യം ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ആദ്യം ചെയ്യണം. എന്താണ് അല്ലെ? ആ ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം അടുത്തയിലേക്ക് കടക്കുക. അപ്പൊ നമ്മൾ ആ ജോലി പെട്ടെന്ന് നഷ്ടപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ഫോണ് നമ്മൾ അടവിനെ എങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അടവടക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അല്ലെ? നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സാധനം പറഞ്ഞാണ്. എന്താ പറയുക? ഇരുന്നിട്ട് വേണം കാൽ നീട്ടാൻ പറഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് മുന്നൊരുക്കം നടത്തിയിട്ട് വേണം എല്ലാം ചെയ്യാൻ. ഇടവം തൊട്ട് തുലാത്തോളം കുട, അതായത് ഇലവം തൊട്ട് തുലാത്തോളം കുട കൂടാതെ ഇറങ്ങല്ലേ. അതായത് ഇടവം തൊട്ട് തുലാമാസം വരെ കേരളത്തിൽ പൊതുവെ മഴക്കാലാണെന്നാണ് അതിന്റെ അർത്ഥം. ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചു. ഒന്നിന് പിറകെ ഒന്ന് ആയിട്ട് എന്താണ് ഓരോ വള്ളിക്കെട്ട് കേസുകൾ വരുന്നതിനാണ് നമ്മൾ ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്നത്. ഇല്ലായ്മ വന്നാലും വല്ലായ്മ അരുത്, പട്ടിണി ആയാലും വേണ്ടില്ല ആരോഗ്യം നശിക്കരുത് എന്നാണ് അർത്ഥം. പട്ടിണി ആയാലും വേണ്ടില്ല ആരോഗ്യം നശിക്കരുത് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഇത്രയാണ് പഴഞ്ചൊല്ലുകൾ. ഇനി 2018 ചോദിച്ച 2 ചോദ്യങ്ങൾ ഞാൻ വായിച്ചുതരാം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ എന്താ പറയാ, പഴഞ്ചൊല്ലിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നത് ഒരു ശൈലിയിൽ നിന്നാണ് വന്നിട്ടുള്ളത് കേട്ടോ. വായിച്ചുതരാം, കേട്ടോളൂ. അങ്കവും താണാം താളിയും ഒടിക്കാം എന്ന പഴഞ്ചൊല്ലിനോട് ഏറ്റവും സാദൃശ്യമുള്ള ചൊല്ലേതാണ്? ഓപ്ഷൻ എ കക്ഷത്തിലുള്ളത് പോകാതെ ഉത്തരത്തിലുള്ളത് എടുക്കുക, ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു, നെയ്യപ്പം തിന്നാൽ 2 കാര്യം, മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി. ഏതാണ്? നെയ്യപ്പം തിന്നാൻ നെയ്യപ്പം തിന്നാൽ 2 കാര്യം. അടുത്തത്, ചതിക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? ഓപ്ഷൻ എ അകത്താക്കുക, ബി അടിച്ചു കയറുക, സി പാലം വലിക്കുക, ഡി എച്ചിൽ നക്കുക. ക്വസ്റ്റ്യൻ ആണ്. ഈ അങ്കവും താണാൻ താളിയും ഓടിക്കാൻ നമ്മൾ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരുന്നു അല്ലെ? അപ്പൊ അതായത് പ്രീവിയസ് ആയിട്ട് ചോദിക്കുന്ന സാധനങ്ങൾ വീണ്ടും ചോദിക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ 2019-ലും 18-ലെയും 2021-ലേക്കാണ് ക്വസ്റ്റ്യൻസ് നോക്കിയത്. അതിലൊക്കെ ശൈലിയും പഴഞ്ചൊല്ലുകളും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പോലും വിടാതെ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ചോദിക്കും പഴഞ്ചൊല്ലും ശൈലി. അതിനാണ് ഇപ്പൊ ഇത്രയും സമയം എടുത്തിട്ട് ഇത് പറഞ്ഞത്. ഓക്കെ, അപ്പൊ പഴഞ്ചൊല്ലി ശൈലി എന്നുള്ള ഭാഗം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് വക സമയം അത്യാവശ്യം ആയിട്ടുണ്ട്. അതുകൊണ്ട് ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോ ഇന്നത്തെ ക്ലാസ് എടുത്തതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതും ചോദിക്കാം. ഓക്കെ, നമുക്ക് ഒരു ക്ലാസ്സും കൂടി ഉണ്ടാവും. അത് മിക്കവാറും ഒന്ന് വൈകുന്നേരം തന്നെ നടക്കും എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. എന്തെങ്കിലും മാറ്റണമെങ്കിൽ സാർ അറിയിക്കും. ഓക്കെ, അപ്പോ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറെ കുറച്ച് കാര്യങ്ങളും കൂടി നോക്കാം. കുറച്ച് വ്യാകരണവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും, അതുപോലെ തന്നെ എന്താണ് സമാസം പറ്റുകയാണെങ്കിൽ കവിതയും പാരഗ്രാഫുമായിട്ട് എങ്ങനെ ക്വസ്റ്റ്യന്? ഓക്കെ, കവിതയും പാരഗ്രാഫും അത് നമുക്ക് നോക്കാം. അതിന്റെ ഒരു PDF എന്റെ കയ്യിലിരിക്കുന്നത്, അത് നോക്കാം. അതുപോലെ തന്നെ കുറച്ച് കൃതികളെ പറ്റിയിട്ട് പറഞ്ഞുതരാം, കുറച്ച് അവാർഡുകളെ പറ്റിയിട്ട് പറഞ്ഞുതരാം. കാരണം അവാർഡുകൾ കഴിഞ്ഞ
2022 അവാർഡുകളെ പറ്റിയിട്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. 1 മണിക്കൂർ സമയത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നൊക്കെ നമുക്ക് ഈ ഒരു ക്ലാസ് ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും, അതോടുകൂടി പറയാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് നോക്കാം. എന്തായാലും ഇന്ന് അല്ലെങ്കിൽ ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് മലയാളത്തിൽ ഒരു ക്ലാസ് കൂടി എന്തായാലും ഉണ്ടാവും. മാക്സിമം തന്നെ ആയിരിക്കാൻ ആണ് സാധ്യത. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരാത്ത ആളുകളുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ക്ലാസ് എടുത്തത് സാറ് റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണുക. അത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്ധ്യ എല്ലാം മനസ്സിലാവാത്ത ആളുകൾക്ക് എന്താണ് ഈ പറഞ്ഞ പോലെ അത് കൃത്യമായിട്ട് മനസ്സിലാവും. നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമയം കളയരുത്. ഇനി ആകെ ഒരു ആഴ്ചയുള്ളൂ, അതുകൊണ്ട് ഇനി സമയം കളയാൻ നിൽക്കരുത്. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ് ഡൗട്ടുകൾ ഈ ശബ്ദാലങ്കാരത്തില് ദ്വിതീയാക്ഷരപ്രാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്വിതീയാക്ഷരപ്രാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു എന്താ പറയാ കവിത എഴുതുകയാണ്. ദ്വിതീയാക്ഷരപ്രാസം നമ്മൾ അന്ന് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ലാത്തതിനെ കൊണ്ടായിരിക്കും. നമ്മൾ രണ്ടാമത്തെ അക്ഷരം ഒരു 2 വരികൾ തന്നില്ലേല് രണ്ടാമത്തെ അക്ഷരം ഒരേപോലെ വരുന്നത് നമ്മൾ ദ്വിതീയാക്ഷരപ്രാസം. ദ്വിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തേതാണ്. ഒരു എന്താ പറയാ ഒരു ഉദാഹരണം. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ഒരു 2 വരികൾ ഉള്ള 2 വരികൾ ഉണ്ടാക്കി ഞാൻ രണ്ട് വരികൾ ഉണ്ടാക്കി പറയുകയാണെങ്കിൽ, കരിയിലെ കാറ്റ് പോലെ നീ വന്നു, എന്താണ് അങ്ങനെ എന്തോ ഒരു വരി ഉണ്ടല്ലോ, കരിയിലെ കാറ്റ് പോലെ. ഇപ്പൊ ഒരു പോട്ടെ, ഞാനൊരു കവിത എഴുതാണ്, എനിക്ക് ദ്വിതീയാക്ഷരപ്രാസം ആണെന്ന് നിർബന്ധമാണ്. അപ്പൊ ഞാൻ എഴുതാണ് കരിയിലെ കാറ്റ് പോലെ നീ വന്നു, കരിവീരൻ നിന്ന പോലെ ഞാൻ നിന്നു. അപ്പൊ എന്താണ് രണ്ടും എന്താണ് ആണ്. കരിയിലെ കാറ്റ്, കരിവീരൻ. ആദിപ്രാസം എന്ന് പറഞ്ഞാല് തുടക്കത്തിലുള്ള വേർഡല്ലേ വരുന്നത്, വേർഡല്ല അക്ഷരല്ലേ വരിക ഒരേപോലെയുള്ളത് വരുന്നതിന് നമ്മൾ ആദ്യപ്രാസം എന്ന് പറയാ. അന്ത്യപ്രാസം അവസാനിക്കുന്നത് ഒരേപോലെ. അന്ത്യം, ദിതി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തത്. ഓക്കെ, ശരി.